السلام عليكم ورحمة الله. وعليكم السلام. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين. പാപങ്ങളേറെ പിണഞ്ഞൊരാടിമനാനേ കരുണക്കടലായ റബ്ബേ പോരുത്തിടണേ. കണ്ണുനീർ തൂകി കരങ്ങളുയർത്തിക്കൊണ്ട് തൗബ തൻ വാതിലിൽ കേഴുന്ന പാപി ഞാനേ. സാധാരണ മരുഭൂമിയിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് മഴ പെയ്യാറുള്ളത്. ചിലപ്പോൾ വർഷങ്ങളോളം മഴ പെയ്തില്ല എന്നും വരാം. വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ കുറേ കാലങ്ങൾക്ക് ശേഷം പെയ്യുന്ന മഴയ്ക്ക് അറബികൾ വിളിച്ചിരുന്ന പേരാണ് റമദാൻ. അതിൽ നിന്നാണ് റമദാൻ എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത്. നമ്മുടെ ജീവിതയാത്രയിൽ വരണ്ടുണങ്ങി പൊടി പിടിച്ച് ശരീരമാസകലം അഴുക്ക് പുരണ്ട് തുടരുന്ന യാത്രക്കിടയിൽ ലഭിക്കുന്ന ഒരു കുളിർമഴ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അത്തരമൊരു റമദാനിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സദസ്സാണ് ഇവിടെയുള്ളത്. വളരെ സന്തോഷമുണ്ട്. കുറുക പോലെയുള്ള ഒരു പ്രദേശത്ത് വരുമ്പോൾ ഇവിടെയുള്ള വർഷങ്ങളായി പരിചയമുള്ള പ്രസ്ഥാന പ്രവർത്തകരെ, അവരുടെ കുടുംബങ്ങളെ, അങ്ങനെയുള്ള ഒരു സദസ്സിൻ്റെ ഭാഗമാകുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സംസാരിക്കുന്നതിന് ശബ്ദത്തിന് ചെറിയൊരു പ്രയാസമുണ്ട്. കൂടുതൽ ദീർഘിച്ച് സംസാരിക്കണമെന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു സന്തോഷമാണ്. ചെറിയ കുട്ടികൾ മുതൽ കുടുംബങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സന്തോഷം. പ്രസംഗമൊക്കെ അതിൽ ചെറിയ കാര്യമാണ്. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അതാണ് നമ്മുടെ ആദർശ പ്രബോധന രംഗത്തുള്ള കരുത്ത്. ഞാൻ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം, ഇവിടെയുള്ള അധികം ആളുകളെയൊന്നും വേദികളിൽ വല്ലാതെ കണ്ടിട്ടില്ല. പക്ഷേ ഏതൊരു പ്രസ്ഥാന പ്രവർത്തനത്തിൻ്റെയും പിൻനിരയിൽ, മെസ്സ് ഹാളിൽ, അതിൻ്റെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നിടത്ത് വർഷങ്ങളായി കാണുന്ന പരിചയമുള്ള കുറേ കാരണവന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമ്മുടെ കുടുംബങ്ങൾക്ക്, മക്കൾക്ക്, കുട്ടികൾക്ക് ചെറുപ്പം മുതൽ കിട്ടിയിട്ടുള്ള ആദർശ കൂട്ടായ്മയെക്കുറിച്ചുള്ള പ്രാസ്ഥാനിക ബോധത്തിൻ്റെ ഒരു ആത്മാഭിമാനം അത് ചെറുതല്ല. ഞാനൊരു 4-5 ദിവസം മുമ്പ് അൽമനാറിൻ്റെ ഉംറയുടെ ഭാഗമായി ഉംറ യാത്രയിലായിരുന്നു. എൻ്റെ കൂടെ വന്ന ഒരു സഹോദരി, അവർ ഉംറയ്ക്ക് വരാനുള്ള കാരണം സൂചിപ്പിച്ചത് ഒരിക്കൽ
ഒരു 20-21 വയസ്സായ തൻ്റെ മകൻ മതത്തിൻ്റെ ഈ വൃത്തത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള ആ ഉമ്മയുടെ ഒരു തോന്നൽ. പുറത്തെവിടെയോ പഠിക്കുകയാണ്. മകനോട് സംസാരിക്കുമ്പോൾ വീട്ടുകാര്യങ്ങളൊക്കെ പറയും. നീ നമസ്കരിക്കുന്ന കാര്യം ശ്രദ്ധിക്കാറില്ല എന്ന് പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള സംസാരങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു തലമുറയായി നമ്മുടെ മക്കൾ മാറാതിരിക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കൂട്ടായ്മക്ക് വലിയ ഒരു കരുത്തുണ്ട്, ഒരു പങ്ക്. ഇവിടെ നേരത്തെ നമ്മുടെ വിവിധ പ്രവർത്തനങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. നോക്കൂ, ആ വരവ് ചെലവ് കണക്കുകൾ അതിൽ സാമ്പത്തിക സക്കാത്ത് ഉൾപ്പെടെയുള്ളതുണ്ട്. നമുക്കൊരു അധികാരവുമില്ലല്ലോ, ഭരണപരമായ ഒരു അധികാരവുമില്ല. ആരുടെയും വീട്ടിൽ പോയി പിടിച്ചു പറിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വാങ്ങുന്നുമില്ല. സക്കാത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും, റിലീഫ് ഇങ്ങോട്ട് സഹായിക്കണം. കെയർ ഹോമിന് വേണ്ടി 60,000-ഓളം രൂപ പിരിച്ചു എന്ന് പറഞ്ഞു. അതൊരു ലക്ഷമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? ഇതൊക്കെയും ആളുകൾ ഇങ്ങോട്ട് നൽകുകയാണ്. ഈ നന്മയുടെ മുഴുവൻ നമ്മുടെ മനസ്സിലുള്ള എല്ലാ നന്മകളെയും പ്രകാശിപ്പിക്കുന്ന ഒരു മാസക്കാലം, അതാണ് വരാനിരിക്കുന്ന റമദാൻ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ നമ്മുടെ യൗവനത്തിലെ, ബാല്യത്തിലെ, കൗമാരത്തിലെ ഏറ്റവും മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അത് റമദാനിൻ്റെ ഓർമ്മകളാണ്. നോക്കൂ, ഈ പള്ളി വളരെ സജീവമാകും അല്ലേ? ഇവിടുത്തെ എല്ലാ ലൈറ്റുകളും, ഇപ്പൊ കത്താത്ത എല്ലാ ബൾബുകളും രാത്രി പ്രകാശിപ്പിക്കും. കുറച്ചു പേരെങ്കിലും രാത്രി നമസ്കാരം കഴിഞ്ഞ് വീണ്ടും രാത്രി നമസ്കാരത്തിന്റെ സമയത്ത് അതിൽ പങ്കെടുക്കാതെ തഹജ്ജുദ് നമസ്കാരത്തിന് പങ്കെടുക്കുന്നവരുണ്ടാവും. നേരം പുലരുമ്പോളം നമ്മുടെ പള്ളികൾ സജീവമാവും. ഇതിവിടെ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മുസ്ലിം ജീവിതത്തിന് ഒരു വലിയ മാറ്റം, അത്ഭുതകരമായ ഒരു മാറ്റം അത് വരുന്ന ഒരു കാലമാണ് റമദാൻ. ആദ്യത്തെ 1-2 ദിവസം നമുക്ക് ചെറിയ ഒരു ദാഹവും ക്ഷീണവും വിഷമൊക്കെ ഉണ്ടാവും. ഒരു 3-ാമത്തെ നോമ്പ് മുതൽ നമ്മൾ അറിയില്ല. ഇപ്പോൾ ഇവിടെ സ്കൂളിൽ പോകുന്ന അധ്യാപകരുണ്ട്, മറ്റ് ജോലി ചെയ്യുന്നവരുണ്ട്, കച്ചവടം ചെയ്യുന്നവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്. ഒക്കെ നമ്മൾ നമ്മുടെ ജോലിയുടെ ഭാഗമായി അതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ചെയ്യും. നമുക്ക് വല്ലപ്പോഴും നോമ്പുകാരനാണെന്ന് ഓർമ്മ വരല് ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴാണ്, നോമ്പ് തുറക്കാൻ പോകണം എന്നുള്ള ചിന്ത വരുമ്പോഴോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് സമയമാണ്. നമ്മുടെ മനസ്സ് അതിനോട് പാകപ്പെടും. ഇല്ലെങ്കിൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും കട്ടൻ ചായ കിട്ടേണ്ടി വരും അല്ലേ? ഒരു മണിക്കൂറിലൊക്കെ കട്ടൻ ചായ കിട്ടാതിരുന്ന അസ്വസ്ഥരാകുന്ന ആളുകളാണ് നമ്മളും പലരും. അതല്ലെങ്കിൽ വെള്ളം കിട്ടണം, അതല്ലെങ്കിൽ ഉച്ചക്ക് ഭക്ഷണത്തിന് സമയം കുറച്ച് വൈകിയാൽ ഗ്യാസും മറ്റു പ്രയാസങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടും. ഒരു പ്രയാസവും ഇല്ലാതെ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ പാകപ്പെടുന്ന ഒരു റമദാൻ, അതൊരു വല്ലാത്ത അനുഭൂതിയാണ്, അനുഭവം. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ റമദാനിന്റെ രാത്രികൾ എന്ന് പറഞ്ഞാൽ, ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന പലരും പറയാറുണ്ട്, റമദാൻ കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാൻ തോന്നാറില്ല. കാരണം അവിടെയുള്ള റമദാൻ ഒരു വല്ലാത്ത അനുഭവം. ഈ അനുഭവങ്ങളുടെ ഒരു വല്ലാത്ത അനുഭൂതിയുടെ ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു പ്രതിജ്ഞ, ഈ റമദാൻ നമുക്ക് മുതലാക്കണം. മുതലാക്കുക എന്നുള്ള വാക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നതാണല്ലോ. റമദാൻ നമുക്ക് അതിൻ്റെ ദിവസങ്ങൾ അത് നമുക്ക് മുതലാക്കിയിട്ട് ഈ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറി 3 തവണ ആമീൻ പറഞ്ഞ കഥ നിങ്ങൾ എല്ലാവരും ഖുതുബയിൽ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾക്കായിരുന്നു റസൂലുള്ളാഹി ആമീൻ പറഞ്ഞത്? 3 കാര്യങ്ങൾ. എന്തൊക്കെയായിരുന്നു? ഒന്ന്, അതെ, ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു റമദാൻ വന്നിട്ടും
റമദാനിൽ പൂർണ്ണമായി ജീവിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടും ഒരു പാപവും പൊറുക്കപ്പെടാതെ പോയ ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്നാണ് റസൂൽ പ്രാർത്ഥിച്ചത്. അവരോട് ചേർന്ന് പ്രാർത്ഥിച്ച രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, എൻ്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകട്ടെ. മുസല്ലല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന വല്ല സലാത്തൊന്നും അല്ല കേട്ടോ. സലാത്ത് വാർഷികവും സലാത്ത് ആഘോഷമൊന്നുമില്ല. പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ആ കുറഞ്ഞ വാചകമെങ്കിലും നമ്മൾ പറയും. അതും പറയാത്തത്. മൂന്നാമത്തെ ഒന്ന്, വൃദ്ധരായ മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ട് അവരെ ശുശ്രൂഷിക്കുക വഴി സ്വർഗം നേടാൻ കഴിയാതെ പോയ ഒരാൾക്ക് അള്ളാഹുവിന്റെ ലഅനത്ത് ഉണ്ടാകട്ടെ. ഈ മൂന്ന് റസൂലിന്റെ പ്രാർത്ഥനയ്ക്കാണ് ജിബ്രീൽ ആമീൻ ചൊല്ലിയത്. ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്കാണ് റസൂൽ ആമീൻ ചൊല്ലിയത്. സഹാബത്തിനോട് പ്രവാചകനെ ഇത് വിശദീകരിക്കാൻ. അപ്പൊ റമദാനിൽ ജീവിക്കുവാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് ആ റമദാനിന്റെ പുണ്യങ്ങളൊന്നും നേടിയെടുക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു ഹതഭാഗ്യരിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിൽ ഇപ്പൊ തന്നെ ഒരു നിയ്യത്ത് വെക്കുക. റമദാനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ, ഈ കുട്ടികളെ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ചെറിയ സാധനം കാലിഡോസ്കോപ്പ് എന്നുള്ളത് കണ്ടുണ്ടാവും അല്ലേ? കുറെ ഗ്ലാസ്സുകൾ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് രണ്ട് അറ്റത്തും കണ്ണാടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു 4 വളപ്പൊട്ടിട്ടാൽ മതി. ഒരു 4 വളഞ്ഞ് ചെറിയ പൊട്ടിട്ടാൽ മതി. അതിങ്ങനെ തിരിച്ചു നോക്കിയാൽ നമുക്ക് കണ്ണെത്താത്ത ദൂരത്തോളം നമുക്ക് എണ്ണയെ തീരൂല എത്ര വളപ്പൊട്ടുകൾ. ആ വളപ്പൊട്ടുകൾ എത്ര മനോഹരമായ പാറ്റേണുകൾ. ഈ ഡ്രസ്സുകൾക്കൊക്കെ പാറ്റേണുകൾ പലതും കണ്ടെത്തിയിരുന്നത് പഴയ കാലത്ത്. ഇപ്പോഴാണ് ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ വളർന്നു വന്നത്, കമ്പ്യൂട്ടറൊക്കെ വന്നത്. അതിനൊക്കെ മുമ്പ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടായിരുന്നു ഡിസൈനിലായിരുന്നു. ആ കൈഡോസ്കോപ്പിൽ നിന്ന് ആ വളപ്പൊട്ടിന് താഴെട്ടാൽ 4 വളപ്പൊട്ട് മാത്രമാണ്. പരിശുദ്ധ റമദാനിലെ നമ്മുടെ ഒരു നമസ്കാരം, അല്ലാത്ത കാലത്ത് ഒരു നമസ്കാരം അല്ലെ? എത്രയാണ് എന്ന റസൂലാണ്. നമസ്കാരം അള്ളാഹുവിനുള്ളതാണ്, സക്കാത്ത് അള്ളാഹുവിനുള്ളതാണ്, ഒക്കെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിനുള്ളതാണ്. എന്നാൽ നോമ്പിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. ഈ ഹദീസ് കേൾക്കാത്തവരും ഈ സദസ്സിൽ ഉണ്ടാവില്ല. എന്താ അതിന്റെ ആശയം അറിയില്ല അല്ലെ? നമ്മൾ നമസ്കരിക്കുന്ന, നമ്മൾ നിർവഹിക്കുന്ന നോമ്പിലെ ഒരു ഇബാദത്തിന്റെ പ്രതിഫലം എത്രയാണെന്ന് നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടിയാലും നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും. സാധാരണ പറയുന്ന 70 മുതൽ 70,000 ഇരട്ടി വരെ, അതൊരു കണക്കാണ്, ഒരു ധാരണയാണ് അല്ലേ? അള്ളാഹുവോട് പറഞ്ഞത് അത് ഞാനാ കൊടുക്കുന്നത്. പടച്ചോൻ എത്ര തീരുമാനിച്ചെന്നെങ്കിലും നമ്മളെ തുലാസിൽ ഇങ്ങനെ താഴ്ന്നു കിടക്കുകയാണ് തെറ്റുകൾ കൊണ്ട്, പാപങ്ങൾ കൊണ്ട് അല്ലേ? ആ തുലാസിലേക്ക് റമദാനിലെ നമ്മളെ ഒരു കർമ്മം മതിയാവും. ചിലപ്പോ ആ തുലാസിനെ അങ്ങോട്ട് പൊങ്ങി നന്മയുടെ തുലാസ് ഉയരാൻ പോകും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇപ്പൊ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, ഒരു നിയ്യത്ത്, ഈ റമദാനിന്റെ 30 ദിവസം കിട്ടുകയാണെങ്കിൽ 30, അതല്ലെങ്കിൽ 29 ആണെങ്കിൽ 29, അതെന്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ഒരു അവസരം. ജീവിതം എന്ന് പറയുന്നത് ഒരവസരം. എന്താണ് ജീവിതം എന്നുള്ളതിന് ഒരുപാട് നിർവചനങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ തത്വചിന്തകന്മാർ ജീവിതത്തെ നിർവചിച്ചിട്ടുണ്ട്. ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. ഒരു ഫിലോസഫർ ജീവിതത്തെ നിർവഹിച്ച അങ്ങനെയാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വിഡ്ഢിക്കഥ, ഒന്നുമില്ല, ഒരു വിഡ്ഢി പറഞ്ഞ ഒരു കെട്ടുകഥയാണ് ജീവിതം. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറഞ്ഞാൽ എടുത്താൽ പൊങ്ങാത്തൊരു ഭാരം അല്ലെ? എല്ലാത്തിനും പ്രാരാബ്ധങ്ങൾ മാത്രം പറയുന്ന ആളുകൾ, എപ്പോഴും നിരാശ പറയുന്ന ആളുകൾ അല്ലെ? എപ്പോഴും നിരാശ പറയുന്ന ആളുകൾ. ഞാൻ മസ്ജിദുൽ ഹറമിൽ തവാഫ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരാൾ ശ്രദ്ധിച്ചു. കയ്യിലൊരു വടി പിടിച്ചുകൊണ്ട് അതെങ്ങനെ നടക്കണം. കൊടും തിരക്ക്,
ആളുകൾ കാലിൽ ചവിട്ടുന്ന തിരക്ക്, വീൽചെയർ വന്നാണ്ട് കാലിൽ കൂടെ കയറുമെന്ന് വിചാരിക്കുന്ന തിരക്ക്. കണ്ണ് കാണാത്തൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഒരു പ്രയാസമില്ല. അദ്ദേഹം ആ ചെറിയ വടി ഇങ്ങനെ നീക്കിയിട്ട് അദ്ദേഹം എന്തൊരു സംതൃപ്തിയോട് കൂടിയാണ് അത് നിർവഹിക്കുന്നത്. അൽ ഗിനാ ഗിനൻ നഫ്സ് എന്നാണ്. നമ്മൾ വിചാരിക്കും സംതൃപ്തി, സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക സൗകര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ്. നല്ല വീടുണ്ടായാൽ സന്തോഷമാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. നല്ലൊരു വീട് വെക്കുമ്പോൾ നമ്മളപ്പുറത്ത് അതിനേക്കാൾ വലിയൊരു വീട് വന്നാൽ പിന്നെ തുടങ്ങി നമുക്കൊരു അസ്വസ്ഥത. എൻ്റെ വീട് സൗകര്യം കുറവാണല്ലോ, ചെറുതാണല്ലോ, അല്ലേ? അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് അൽ ഗിനാ ഗിനൻ നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യമാണ് ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സമ്പന്നത നേടിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുവാനും വിശാലമാക്കുവാനും കഴിയുന്ന ഒരു സമയം, ഒരു കാലം. അപ്പോൾ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ റമദാനിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പലപ്പോഴായി കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതൊക്കെ ഉണ്ട്. റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു തഖ്വയെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു 4 കാര്യങ്ങൾ. പരിശുദ്ധ റമദാൻ എന്തിനു വേണ്ടി നിർബന്ധമാക്കി എന്നതിന് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്തുണ്ടല്ലോ. ഷഹ്റു റമദാനല്ലദീ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് റമദാൻ. എന്താ തഖ്വ? തഖ്വയുടെ ഒരു 4 അടിസ്ഥാന ഘടകങ്ങൾ നാലാം ഖലീഫ തത്വചിന്തകനും ദാർശനികനുമായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കുറേ വചനങ്ങൾ, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസുകൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ വളരെ ദാർശനികമായി തത്വചിന്താപരമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം തഖ്വയെ നിർവചിക്കുന്നത് 4 ഘടകങ്ങളാണ്. ഞാൻ ആ 4 ഘടകങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാനാണ് ഈ സമയം ഉദ്ദേശിക്കുന്നത്. 1, അത്തഖ്വ അൽ ഖൗഫു മിനൽ ജലീൽ, പടച്ചവനെ കുറിച്ചുള്ള സൂക്ഷ്മതാ ബോധം, അല്ലെങ്കിൽ പടച്ചവൻ എന്നെ നിരീക്ഷിക്കുന്നു എന്നുള്ളൊരു ബോധം. എൻ്റെ ജീവിതത്തിന് ചുറ്റും പടച്ചവൻ ഏർപ്പെടുത്തിയ ഒരു CCTV ക്യാമറയുണ്ട് എന്ന ബോധത്തിനാണ് ഏറ്റവും മിനിമം നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഭാഷയിൽ പറഞ്ഞാൽ തഖ്വ എന്ന് പറയുന്നത്. നമ്മൾക്ക് വാഹനം ഓടിക്കുന്ന ആളുകളെ അറിയാതെ കാലിൽ ബ്രേക്കിലേക്ക് ചെല്ലും. നമ്മൾ കാണുകയാണ് പ്രവർത്തിക്കുന്ന ഒരു ക്യാമറ ആ റോഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ NH വികസനം വരെ 6 വരി പാതയ്ക്ക് വരെയുണ്ടല്ലേ. ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഇഷ്ടമുള്ള വേഗത്തിൽ അങ്ങനെ പോകാനൊന്നും പറ്റില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ സിഗ്നൽ കട്ട് ചെയ്യാൻ ആളുകൾ അബദ്ധവശാൽ ഞാൻ കട്ട് ചെയ്താൽ വലിയ ഭീമമായ തുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു സിഗ്നൽ വരുമ്പോൾ അവിടെ പാലിക്കുന്ന നിയമങ്ങൾ അവൻ പാലിക്കും. ജീവിതത്തിൽ പടച്ചവൻ നിരീക്ഷിക്കുന്നു എന്നുള്ള ഒരു ബോധം ഉണ്ടാകാൻ റമദാനിനെ പോലെ നമ്മെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു സമയമോ കാലമോ ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മളെ കൂട്ടത്തിലെ കുട്ടികൾ നോമ്പ് വെക്കാറുണ്ട് അല്ലേ? മുമ്പത്തെ മാതിരി ഒന്നുമല്ല. നിസ്കരിച്ചില്ലെങ്കിലും എല്ലാവരും നോമ്പ് വെക്കും. അതൊരു അഭിമാനബോധമായി കൂടി കാണുന്ന ഒരു സമൂഹമാണ്. റമദാൻ മാസത്തിൽ നോമ്പ് വെക്കും. എന്നാൽ കുട്ടികൾ നോമ്പ് നോക്കി സ്കൂളിൽ പോയാലും തൊണ്ട വരണ്ട് ദാഹിച്ചിട്ടുണ്ടാവും. അടുത്തൊരു മുസ്ലിം കുട്ടി ചിലപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നുണ്ടാവും. അവൻ്റെ ബാഗിനുള്ളിൽ വെള്ളത്തിൻ്റെ കുപ്പി ഉണ്ടാവും. നമ്മളെ മക്കൾ എടുത്ത് കുടിക്കൂല. നോക്കൂ, അനുവദിക്കപ്പെട്ട അനുവദനീയമായ വെള്ളം, ഭക്ഷണം, മറ്റ് ഹലാലുകൾ, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ആരറിയാൻ? നമ്മൾ നോമ്പ് നോറ്റു, നല്ല വിശപ്പ് തോന്നി, ഒരു പക്ഷേ ഈ അങ്ങാടിയിൽ നിന്ന് പറഞ്ഞാലും കടയിൽ കയറി ജ്യൂസ് കുടിച്ചാൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പള്ളിയിൽ വരുന്നവർ കണ്ടെന്ന് വരും അല്ലേ? ഇതിൻ്റെ അപ്പുറത്ത് കണ്ട് പോയാലോ, കോട്ടയം ടൗണിൽ പോയാലോ, ചെറുവട്ടി പോയാലോ ആരും കാണൂല അല്ലേ? എന്നിട്ടും നമ്മളത് കുടിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പടച്ചവൻ കാണുന്നു എന്നുള്ള ഒരു ബോധം.
ആ ബോധം മറ്റുള്ള ജീവിതത്തിലേക്ക് കൂടി അങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ആ എക്സ്റ്റൻഷന് വേണ്ടിയുള്ള ഒരു പരിശീലനമാണ് റമദാൻ എന്ന് പറയുന്നത്. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു 1000 കിലോമീറ്റർ ആയാലും ആദ്യം സർവീസ് ചെയ്യണം അല്ലേ? പിന്നെ ഒരു 5000 കിലോമീറ്റർ ആയാലും സർവീസ് ചെയ്യും പുതിയ വാഹനങ്ങൾ. പിന്നെ ഒരു 10000 കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഒന്ന് സർവീസ് ചെയ്യും. നമ്മുടെ ഈ ആത്മാവിനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ മനസ്സെ ഒരു സർവീസ് ചെയ്യണം നമ്മളൊരു മാസം. അതൊരു വല്ലാത്ത അനുഭവത്തിൻ്റെ കാലമാണ്. നമ്മുടെ ജീവിതക്രമം മാറുന്നു, നമ്മുടെ ചിട്ടകൾ മാറുന്നു, നമ്മുടെ ചിന്തകൾ മാറുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്തെന്നറിയാം? റമദാൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഏറ്റവും മൗലികമായ സന്ദേശം, ഈ ഒരു നുണയും പറയണ്ട, ഒന്നും പറയണ്ട, നിനക്ക് മാറാൻ പറ്റുന്നു. വെറുതെ പറയണം ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ, എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ പറ്റണുള്ളൂ, പള്ളിക്കൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കണ്ടേ, പ്രസ്ഥാന പ്രവർത്തനത്തിലൊക്കെ കൂടണമെന്നുണ്ട്, സമയം കിട്ടണ്ടേ, ഒഴിവ് കിട്ടണ്ടേ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെറുതെ പറയും. ഒരു മനുഷ്യന് മാറാൻ കഴിയും എന്ന് ആ മനുഷ്യനെ കൊണ്ട് പ്രവൃത്തി പദത്തിൽ പടച്ചവൻ ബോധ്യപ്പെടുത്തുന്ന കാലമാണ്. സെയിൽസ് വോക്കർമാരുണ്ട്, ഇപ്പൊ കുറവാണ്. മുമ്പൊക്കെ നമ്മളെ മുതിർന്ന തലമുറയിൽപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കളും എല്ലാവരും ഇങ്ങനെ വലിക്കുന്ന, ഒന്നിന് വലിച്ച് വെക്കണിന് മുമ്പ് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അവിടെ അടുത്തത് വെക്കും. റമദാൻ മാസത്തിൽ ഒരു പരിപാടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കട്ടൻ ചായ കുടിക്കലില്ലല്ലോ, വെള്ളം കുടിക്കലില്ലല്ലോ, ഭക്ഷണം കഴിക്കലില്ല. ഇതൊക്കെ മാറ്റാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ആ റമദാൻ എന്നോടും നിങ്ങളോടും പറയുന്നത് നിനക്ക് മാറാൻ സാധിക്കും. ആ മാറ്റത്തിന്റെ പേരാകുന്നു തഖ്വ എന്ന് പറയുന്നത്, സൂക്ഷ്മതാ ബോധം എന്ന് പറയുന്നത്. തഖ്വയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു ഹദീസ് ഉണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ ഇത്തഖിൽ മഹാരിമ തകുൻ ആബിദൻ നാസ്, ജീവിതത്തിൽ ഹറാമുകൾ സൂക്ഷിക്കുന്നവരാണോ അവനാണ് ഏറ്റവും വലിയ മുത്തഖി എന്നാണ്. നമ്മളെ മനസ്സിലുള്ള മുത്തഖിയുടെ ഒരു സങ്കല്പമുണ്ട്. നല്ല വെള്ളക്കുപ്പായം, വെള്ളത്തുണി മാത്രം എടുത്ത്, നീണ്ട താടി, തലപ്പാവ്, എപ്പോഴും ഒരു തസ്ബീഹ് മാല അല്ലെങ്കിൽ പള്ളിയിൽ എപ്പോഴും ഉള്ള ഒരാൾ. ഇയാളാവണമെന്നില്ല. ഒരുപക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാത്ത വളരെ സാധാരണക്കാരനായ, പള്ളിയിൽ നിസ്കരിച്ച ആരോടും അധികമൊന്നും കൂടുതൽ സമയമൊന്നും നിൽക്കാതെ പോകുന്ന ഒരു സാധു മനുഷ്യൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ ഒരു സാധാരണക്കാരൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഹറാമുകൾ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ ആ പള്ളിയിൽ വരുന്ന ഏറ്റവും വലിയ ഭക്തനാണ്. അയാളെക്കാൾ മുത്തക്കായിട്ട് ആ പള്ളിയിൽ വേറൊരാൾ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു സൂക്ഷ്മതാ ബോധത്തെ നേടിയെടുക്കണം. അതിനെയാണ് തഖ്വയുടെ ഒന്നാമത്തെ ഭാഗം. ഇതിന്റെ ബാക്കി വിശദീകരണങ്ങളൊക്കെ നമ്മുടെ കുത്തുബകളിലും ക്ലാസ്സുകളിലും വരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ജീവിതം നിരീക്ഷണ വിധേയമാണ് എന്നുള്ള തോന്നൽ. എങ്ങനെ ഈ തോന്നൽ ഉണ്ടാകും? ആ തോന്നൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഇബാദത്ത്. ഈ തോന്നൽ ഉണ്ടാവേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇവിടെ അങ്ങോട്ട് വിട്ടാലല്ല. എനിക്കറിയാം, ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഒരു 2 വർഷം മുമ്പ് ഒരു കുട്ടിക്ക് +2 പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ആ കുട്ടിയുടെ മാർക്ക് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് മാർക്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പൊ പിന്നെ അത് മാർക്ക് ലിസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് സ്കൂളിൽ നിന്ന് ഒരു കവറിങ് ലെറ്ററോട് കൂടിയിട്ട് ആ കുട്ടിയുടെ രജിസ്റ്റർ നമ്പറിൽ എന്തോ ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്, അത് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്ത് കൊടുത്തേക്കണം. അപ്പൊ ആ കുട്ടിയും രക്ഷിതാവും കൂടി തിരുവനന്തപുരത്ത് പരീക്ഷാ ഭവനിൽ പോകണം. അപ്പൊ ഞാൻ ആ എഴുത്തൊക്കെ എഴുതി വെച്ച് കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, കുട്ടിയോടും രക്ഷിതാവിനോടും വരാൻ പറഞ്ഞു. ഒരു പെൺകുട്ടിയായിട്ടാണ്. അപ്പൊ ആ കുട്ടിയും രക്ഷിതാവും കൂടി വന്നു. ഞാൻ ആ കുട്ടീനെ നോക്കി അത്ഭുതപ്പെട്ടു. 2 വർഷം ഞാൻ പഠിപ്പിച്ച ഒരു പെൺകുട്ടിയാണ്. ഇവിടെ ഒന്നും അല്ലാത്തത് എനിക്ക് ധൈര്യം പറയാം, ഇവിടെ നിങ്ങളാരും അറിയാനും സാധിക്കും. ആ കുട്ടിയെ ആ 2 വർഷത്തിൽ ഒരിക്കൽ പോലും അന്ന് ഉപ്പയുടെ കൂടെ വന്ന വസ്ത്രധാരണത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു മുടിയിഴ പോലും കാണാതെ മക്കന ധരിച്ച് വളരെ വളരെ വളരെ
ഈമാൻ തുളുമ്പുന്ന ഒരു വേഷവിധാനത്തോട് കൂടി വരുന്ന ഒരു കുട്ടി. അപ്പൊ ആ കുട്ടി അന്ന് സ്കൂളിൽ വരുന്നത് ഉപ്പാന്റെ കൂടെ. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് കുട്ടി മുഖമക്കനെ ധരിച്ചിരുന്നത്? ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി, അല്ലേ? അതാണല്ലോ പട്ടി. ഇങ്ങനെ കയറുമ്പോ ബസ് കയറിയാൽ നമ്മുടെ നാട്ടില് ബസ് സ്റ്റോപ്പ് കയറുന്നത് വരെ ഒന്നിങ്ങനെ നോക്കും, അല്ലേ? ബസ് കയറിയാൽ ആദ്യത്തെ പണി ഇതിങ്ങനെ അയച്ചിടുക, പിന്നെ ഇതിങ്ങനെ ബാക്കിലേക്ക് പോകും. ബസ് ഇറങ്ങണോട് കൂടി ഇങ്ങനെ ഇറങ്ങണ ഇറക്കത്തില് കഴുത്തിലേക്ക് പോയിട്ടുണ്ടാവും. സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ അത് കഴുത്തൊന്നും പോയിട്ടുണ്ടാവും, അല്ലേ? ഇത് ഈ ഒരു മാറ്റം എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങളെയും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു മാറ്റം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹാ. ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ വിളിച്ചിട്ട് മകനോട് പറയുന്ന ഒരു വസിയത്ത് ഉണ്ടല്ലോ, നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് കേരളത്തിന് പുറത്തേക്ക് പഠിപ്പിക്കാൻ പോകുന്നതായിരിക്കുക. ബാംഗ്ലൂരിലേക്കോ കൊച്ചിയിലേക്കോ ചെന്നൈയിലേക്കോ എവിടേക്കോ ആവട്ടെ, എവിടേക്ക് പോയി കുട്ടികൾ പഠിക്കണം. ഒന്ന് അടുത്തിരുത്തിയിട്ട് ഈ ഖുർആൻ വാക്യവും അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുക്കാം. യാ ബുനയ്യ, സ്നേഹത്തോടു കൂടിയ വിളിക്കുന്നത്, പൊന്നുമോനെ. ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ. മോനെ, നീ ഇവിടുന്ന് പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ഉപ്പ കാണൂല, ഉമ്മ കാണൂല. അവിടെ വേറൊരു കൾച്ചറാണ്. ചെന്നൈയിലേക്കാണ്, കോയമ്പത്തൂരിലേക്കാണ്, ഡൽഹിയിലേക്കാണ്, ആഗ്രയിലേക്കാണ്. വേറൊരു കൾച്ചറാണ്, വേറൊരു ക്യാമ്പസാണ്. നീ അവിടെ ആരും കാണുകയില്ല എന്ന നിന്റെ ബോധ്യത്തിൽ നീ ചെയ്യുന്ന ഒരു തിന്മയുണ്ടല്ലോ. അതൊരു കറുത്ത കരിമ്പാറയുടെ ഉള്ളിൽ ഒരു ചെറിയ കടുകുമണിയുടെ അത്ര ചെറുതാണെങ്കിൽ പോലും അള്ളാഹു അത് കൊണ്ടുവരും. ഈ ബോധം തഖ്വയായി, ഈമാനായി ഒരാളുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട് എങ്കിൽ അതിനെയാണ് ഖൗഫ് മിനൽ ജലീൽ എന്ന് നേരത്തെ തഖ്വയെ വിശേഷിപ്പിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ഒരു കാര്യം, അൽ അമലു ബിത്തൻസീൽ, അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. റമദാൻ മാസം കുറേ കർമ്മങ്ങൾ, അല്ലേ? നമുക്കറിയാം, റമദാനാണ് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മുടെ പള്ളികളിൽ നിന്ന് നമ്മൾ റമദാൻ 17 തുടങ്ങും. 16 ദിവസം ഏറെക്കുറെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഖുർആനും സുന്നത്തും അനുസരിച്ചൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാം. 17 തുടങ്ങും. പിന്നെ അത് 27 ആകുമ്പോഴേക്ക്, അല്ലേ, ആക്കണം തങ്ങളെ, ദൂരെ നിന്ന് വന്നവരാണ് തങ്ങളെ, എത്ര നേരമായി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു തങ്ങളെ, ഞങ്ങളെ ഒന്ന് നോക്കണം തങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഏതേ തങ്ങള് റസൂലുള്ളാഹിയോട് നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു സമയമായി നമ്മുടെ സമുദായം ഈ റമദാനിനെ ആദർശിപ്പിച്ചു കഴിഞ്ഞു. പഠിച്ചൊരാ ഷർറിൽ നിന്ന് ഇനി എന്നാണ് സമുദായത്തെ കാത്തുരക്ഷിക്കാൻ, അല്ലേ? റമദാൻ 27 ആകുമ്പോഴേക്ക് സലാത്ത് രാവ് എന്നുള്ള പേരിൽ ഇത്തിക്കാഫ് ഇരിക്കേണ്ട മനുഷ്യന്മാരെ മുഴുവൻ പള്ളികളിൽ നിന്ന് പാടത്തേക്ക് ഇറക്കി കൊണ്ടുപോയിട്ട് അവിടെ പാടത്തിരുത്തിയാലും പോലെ അവരെ കൊണ്ട് എത്ര വിദഗ്ധമായിട്ടാണ് പിശാച് അവന്റെ പണിയെടുക്കുന്നത് നമ്മൾ ആലോചിച്ചു. അപ്പൊ അങ്ങനെയുള്ള കുറേ കർമ്മങ്ങൾ റമദാൻ 17 മുതൽ അങ്ങോട്ട്, ബദരീങ്ങൾ ആണ്ട് മുതൽ അങ്ങോട്ട്. അപ്പൊ തഖ്വയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഇപ്പൊ നമസ്കാരമാണെങ്കിലും ആരാധനാ കർമ്മങ്ങളാണെങ്കിലും അൽ അമലു ബിത്തൻസീൽ, അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ട് കർമ്മങ്ങൾ. ഇവിടെ ഒരു കുഴപ്പം എന്താണെന്നറിയാം? എന്റെ മുമ്പിൽ ഇരിക്കുന്ന വലിയോറയിലുള്ള മുതിർന്ന കാരണവന്മാരായ ആൾക്കാർക്ക് ഒരു പക്ഷെ നല്ല കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ട്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മക്കൾക്ക് എന്താണ് നബിദിനം ആഘോഷിക്കാത്തതെന്നുള്ളത്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ മോൻ, മുജാഹിദ് പള്ളിയിൽ വരുന്ന വാപ്പ, മുജാഹിദ് കുടുംബം, മുജാഹിദ് ഫാമിലി, മോന് കളിക്കാൻ പോകുമ്പോൾ കുട്ടികളെ കൂടി കളിയൊക്കെ ഉണ്ട്. എനിക്ക് മാത്രമാണ് ഇപ്പം ഞാൻ നബിദിനമൊന്നും ഇല്ലാത്തത്. ഞങ്ങളെ മദ്രസയിൽ എന്തൊക്കെ പരിപാടികളാണ്, ഞങ്ങൾ ദഫ്മുട്ടിന് പ്രാക്ടീസിന് പോകാനാണ്. ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ ഇവന് തോന്നാൻ എന്താ നമ്മൾക്ക് നബിദിനമില്ല. സുന്നത്തും ബിദ്അത്തും എന്നുള്ള ഒരു വേർതിരിവ്
നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ബിദ്അത്തുകളെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണയെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ നബിദിനം ആഘോഷിക്കാത്തത്? നബിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണോ? പ്രവാചകനിൽ നിന്ന് അങ്ങനെ മാതൃകയില്ലാത്തതുകൊണ്ട്. മയ്യത്ത് പോകുമ്പോൾ എല്ലാവരും കൂടെ എന്ന് പറയുമ്പോൾ കുറേ ആ ദിക്റുകൾ കേട്ട് നമ്മൾ അറിയാൻ ചെല്ലിപ്പോ അല്ലേ? അത് സ്വാഭാവികമാണ്. ഉറക്കങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ചെല്ലും. അപ്പം നമ്മളെ കുട്ടികൾ ചെല്ലും. ആ മയ്യത്തെടുക്കുന്നവർക്കൊരു പ്രാർത്ഥന, അവിടെ കൊണ്ടുപോകുന്നവർക്കൊരു പ്രാർത്ഥന, ചെല്ലുന്നവർക്കൊരു പ്രാർത്ഥന, പ്രാർത്ഥനകൾ കൊണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതിന്റെ ആ വഹാറത്തും ഭക്തിയും ഒക്കെ കേൾക്കുമ്പോൾ നമ്മളെ കുട്ടികൾ ഇങ്ങനെ അതിന്റെ കൂടെ ചെല്ലും.